അപ്പൊ ആ അതിജീവിതയുടെ അഭിഭാഷക പറയുകയാണ് ഈ മമ്മൂട്ടി ദിലീപിനെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും സഹായിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതിന്റെ താഴെ ഒരുപാട് ആളുകളാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. ആ ആളുകളൊക്കെ പറയുന്നത് മമ്മൂട്ടി സിനിമയിൽ നമ്മൾ കാണുന്നതല്ല ഇവരുടെയൊക്കെ റിയൽ ലൈഫ്. ഇവരൊക്കെ എല്ലായിടത്തും അഭിനയമാണ്. മമ്മൂട്ടി ഇപ്പോൾ വന്നിട്ട് എന്തൊക്കെയോ മെഴുകുന്നുണ്ട്. എന്നിട്ട് അയാളും ഈ പറയുന്ന കള്ളന് കഞ്ഞി വെച്ചവനാണ്. അയാളും കള്ളത്തരങ്ങൾക്കെല്ലാം കൂട്ടി നിൽക്കുന്നവനാണ്. ഇവനെ ഒന്നും നമ്പാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് വലിയ രീതിയിൽ മെഴുകുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ആ മെഴുകുന്ന ആളുകൾ എങ്ങനെ, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ചരിത്രം എന്താണ്, അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് ഞാൻ എടുത്തങ്ങോട്ട് പറയാം. അതായത് മമ്മൂട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഹവാല ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, പിന്നീട് വാഹനം ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് മകന് അച്ഛൻ കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ ഒരു തിരിച്ചുവരവില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സംഘീപുത്രന്മാരും ക്രിസംഖികളും കളിച്ച കളികളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനുശേഷമൊക്കെയാണ് ആ ക്രിസംഖികളുടെയും സംഘികളുടെയും കളികൾ എങ്ങും എത്തുന്നില്ല എന്ന് മനസ്സിലായി മമ്മൂട്ടി അതിനെപ്പറ്റി വറീഡ് ആവുന്നില്ല